ഓക്കെ, വെൽക്കം ബാക്ക് ടു ദിശ അക്കാഡമി. അപ്പോൾ SBIPO മോക്ക് ടെസ്റ്റിലെ പാർട്ട് 1 കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പാർട്ട് 2യിലോട്ടാണ്. ഓക്കെ, അപ്പോൾ 15 ചോദ്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു പാർട്ട് 1ൽ. ഓക്കെ, ആ 15 ചോദ്യത്തിൽ നിങ്ങൾ 2 DAs കണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് സെറ്റ് ഓഫ് അരിത്തമെറ്റിക്കിന്റെ കുറച്ച് ചോദ്യങ്ങൾ കണ്ടു. ഓക്കെ, അപ്പം ബാക്കിയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ സ്പീഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം സ്ക്രീനിലുണ്ട്. ഓക്കെ, ചോദ്യം വായിച്ചു നോക്കാം. ഓക്കെ, ടൈം ആൻഡ് വർക്കിലെ ഒരു ചോദ്യമാണ്. A can do as much as 2/3 times the work done by B in the same time എന്നാണ് അവിടെ ആദ്യത്തെ സെന്റൻസ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത് എക്ക് 2/3 ടൈംസ് വർക്ക് ചെയ്യാൻ പറ്റും ബിനേക്കാൾ എന്നല്ല, ബി ചെയ്ത വർക്കിന്റെ 2/3 ടൈംസ് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വർക്ക് ഡൺ ഇൻ സെയിം ടൈം എന്നാ പറഞ്ഞത്. ഓക്കെ, സെയിം ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ എഫിഷ്യൻസിനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? 2/3 ടൈംസ് ബിയുടെ എഫിഷ്യൻസി ആണ് എന്ന് പറയുകയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി 2 എന്നും ബിയുടെ എഫിഷ്യൻസി അവിടെ നമുക്ക് 3 എന്നും എടുക്കാം. ആ ഒരു സെന്റൻസ് മീൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത സെന്റൻസ് വായിച്ചു നോക്കുകയാണ്. Whereas C can do 3/2 times work done by B in the same time. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു സെന്റൻസിൽ നമുക്ക് ആരെയൊക്കെ തമ്മിലുള്ള വർക്കിന്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്? സിയുടെയും ബിയുടെയും ഒരേ ടൈമിലുള്ള വർക്ക് എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി. ഒരേ ടൈമിലുള്ള വർക്ക് എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ബിയും സിയും തമ്മിലുള്ള എഫിഷ്യൻസിയുടെ കാര്യമാണ് പറയുന്നത്. ബിയും സിയും തമ്മിലുള്ള എഫിഷ്യൻസി എന്താണ്? സിയുടെ എഫിഷ്യൻസി 3 ആണ്, ബിയുടേത് 2 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, സിയുടെ വർക്ക് ഒരേ ടൈമിലുള്ള വർക്ക് എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി, സിയുടെ വർക്ക് എന്ന് പറയുന്നത് 3/2 ടൈംസ് ബി. അപ്പൊ സി ബൈ ബി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 3/2. അപ്പൊ സിയുടെ എഫിഷ്യൻസി 3, ബിയുടേത് 2. ഓക്കെ, അപ്പൊ 2 റേഷ്യോസ് ആയിട്ട് കിട്ടിയേക്കാണ്. അപ്പൊ ആ 2 റേഷ്യോസിനെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്യണം. ഓക്കെ, കമ്പൈൻ ചെയ്യാൻ വേണ്ടി രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള ആള് ബി അല്ലേ, അപ്പൊ ബിയുടെ സെയിം ആക്കണം, ബിയുടെ എഫിഷ്യൻസി സെയിം ആക്കണം. ഒരിടത്ത് 3യും ഒരിടത്ത് 2 ആണ്. അതിനുവേണ്ടി 3യുടെയും 2ന്റെയും LCM 6 അല്ലേ, അപ്പൊ രണ്ടിടത്തും 6 ആക്കാം. 6 ആക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെയും 2, ഇവിടെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, അപ്പൊ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെയും 3. അപ്പൊ സിയുടെ എഫിഷ്യൻസി 9 എന്നായി, ബിയുടെ എഫിഷ്യൻസി 6 എന്നായി, എയുടെ എഫിഷ്യൻസി 4 എന്നായി. അപ്പൊ എഫിഷ്യൻസീസ് കിട്ടി, 3 പേരുടെ എഫിഷ്യൻസി ഒറ്റ റേഷ്യോയിൽ കിട്ടി. ഇനി നമുക്ക് പറയുന്നത് എന്താണ്? സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 38 ഡേയ്സ്. അപ്പൊ സി എന്താണ്? ഒരു പീസ് ഓഫ് വർക്ക് 38 ഡേയ്സ് കൊണ്ട് മേക്ക് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ 38 ഡേയ്സ് എന്ന് പറയുമ്പോൾ സിയുടെ എഫിഷ്യൻസി ഉണ്ട്. ടോട്ടൽ വർക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വർക്ക് ഡൺ ഈക്വൽ ടു ടോട്ടൽ വർക്ക്, അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എഫിഷ്യൻസി ഇൻറ്റു ടൈം അല്ലേ, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എഫിഷ്യൻസി ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം. അപ്പൊ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എഫിഷ്യൻസിയും ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പൊ എഫിഷ്യൻസിയും ടൈമും കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ വർക്ക് ചെയ്തേക്കുന്ന ആരാണ്? സി ആണ്. അപ്പൊ സിയുടെ എഫിഷ്യൻസി 9 ആണ്, സിയുടെ ടൈം എന്ന് പറയുന്നത് 38. അപ്പൊ ടോട്ടൽ വർക്ക് 9 × 38. അപ്പൊ 9 × 38 എത്ര ആണെന്നൊന്നും കണ്ടുപിടിക്കാൻ നിൽക്കരുത്, അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്താ ചോദ്യം? ഫൈൻഡ് ദി ടൈം ടേക്കൺ ബൈ them ആണ്. them if all together take find the time they all together take. okay mistake ഒന്നുമില്ല. find the time they all together take to complete the same piece of work. അപ്പൊ എന്താണ്? അവര് എല്ലാരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കുന്ന ടൈം എത്ര? ഒരുമിച്ച് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ വർക്ക് 3 പേരും കൂടെ ഒരുമിച്ച് ചെയ്യല്ലേ, അപ്പൊ 3 പേരുടെയും കൂടെ എഫിഷ്യൻസി, അപ്പൊ 6 + 4 10 എഫിഷ്യൻസി, 19 എഫിഷ്യൻസിയിൽ ഈ വർക്ക് ചെയ്യുന്നു. അപ്പൊ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ടൈം ഈക്വൽ ടു ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി. അപ്പൊ 3 പേരും കൂടെ ഒരുമിച്ചാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം എന്ത് കിട്ടും? 38 × 19 മൾട്ടിപ്പിൾ അല്ലേ, വെട്ടിക്കഴിഞ്ഞാൽ 9 × 2 18 എന്ന് കിട്ടും. അപ്പൊ 18 ഡേയ്സ് അല്ലേ. ഓക്കെ, 18 ഡേയ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷനിലോട്ട് പോകുമ്പോൾ 18 ഉണ്ട്, ഓപ്ഷൻ ബി 18. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഏജസിന്റെ ഒരു ചോദ്യമാണ്. റേഷ്യോ ഓഫ് പ്രസന്റ് ഏജ് ഓഫ് എ ആൻഡ് ബി ഈസ് 6:7. അപ്പം 2 പേരുടെ ഏജസിന്റെ റേഷ്യോ തന്നിരിക്കുകയാണ്. എ എന്നും ബി എന്നും പറയുന്ന 2 പേരുടെ ഏജിന്റെ റേഷ്യോ 6:7. ഓക്കെ, എ എഴുതി,
ബി എഴുതി, എത്രയാണ് 6:7 പ്രസന്റ് ഏജിന്റെ റേഷ്യോ. ഓക്കെ, അപ്പൊ രണ്ടും പ്രസന്റിൽ തന്നെയാണ് കിടക്കുന്നത്. ദി റേഷ്യോ ഓഫ് ഏജ് ആഫ്റ്റർ 10 years അല്ലെങ്കിൽ 10 years hence. ഓക്കെ, എയുടെ ഏജ് 10 years hence-ഉം ബിസ് ഏജ് 5 years ago തമ്മിലുള്ള റേഷ്യോ 4:3. അപ്പൊ ഈ ഒരു ചോദ്യം വരുമ്പോൾ നമുക്കൊരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. ആ ഷോർട്ട് കട്ട് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ റേഷ്യോ എഴുതി. എന്താണ് ആ രണ്ടാമത്തെ റേഷ്യോന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എയുടെ ഏജ് 10 വർഷത്തിന് ശേഷമുള്ളതാണ്. അപ്പം എയുടെ ഏജ് 10 വർഷത്തിന് ശേഷമുള്ള, അതുകൊണ്ട് ഞാൻ ഇവിടെ +10 എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ബിസ് ഏജ് 5 years ago. ബിയുടെ ഏജ് എന്താണ് 5 വർഷം മുന്നേ ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ -5 എന്ന് രേഖപ്പെടുത്തുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 3 18 അല്ലേ, ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. 7 × 4 28 ആണ്, ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. 3 × 10 30 ആണ്. ഇവിടെ എന്ത് വരും? -20 എന്ന് വരും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഇവിടത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 28 - 18 10 അല്ലടാ, 10 റേഷ്യോ. ഓക്കെ, അപ്പൊ കണക്ട് ചെയ്ത് നോക്കിക്കേ, ഇവിടത്തെ ഡിഫറൻസ്, ഇവിടത്തെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടത്തെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ഡിഫറൻസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, 30 - -20 30 - -20 എന്ന് പറയുന്നത് 50 വരും. ഓക്കെ, അപ്പൊ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ 5 എന്ന് കിട്ടില്ലേ? ഇങ്ങനെ കിട്ടുന്ന ഈ 5 എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ നമ്മൾ ഫസ്റ്റ് എഴുതുന്ന, ടോപ്പിൽ എഴുതുന്ന റേഷ്യോന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് പ്രസന്റിലുള്ള ഏജസ് ആണ്. അപ്പൊ എയുടെ പ്രസന്റ് ഏജ് നമുക്ക് 6 × 5 30 എന്ന് പറയാം. ബിയുടെ പ്രസന്റേജ് എന്ന് പറയുന്നത് 7 × 5 35 എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ ഈ ഏജസിന്റെ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിലെല്ലാം ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പറയുന്നത് എന്താണ്? ഇഫ് ദി ആവറേജ് ഏജ് ഓഫ് എ, ബി ആൻഡ് സി. അപ്പൊ എയുടെയും ബിയുടെയും സിയുടെയും ആവറേജ് ഏജ് എന്ന് പറയുന്നത് നമുക്ക് എത്ര ആണെന്ന് തന്നിട്ടുണ്ട്? 31 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ എയുടെ ഏജ് 30 ആണെന്നും ബിയുടേത് 35 എന്നും അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡീവിയേഷൻ മെത്തേഡ് വെച്ച് നമുക്ക് അവിടെ സിയുടെ ആവറേജ് ഏജ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ 3 പേരുടെയും ഏജ് 31 ആയാലാണ് നമുക്ക് എന്ത് ആവറേജ് 31 എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ നോക്കിക്കേ, എയുടെ ഏജ് 30 ഉള്ളൂ. അപ്പൊ ഒരു 1 കുറവാണ്. അപ്പൊ ആ 1 കുറവ് ആര് ബാലൻസ് ചെയ്യണം? സി ബാലൻസ് ചെയ്യണം. അപ്പൊ സിക്ക് എന്തായാലും 31 കാണും, അതിന്റെ കൂടെ 1 എന്ന് പറഞ്ഞ് നമുക്ക് ചിന്തിക്കാം. ഇനി ബിയുടെ കാര്യം എടുക്കാൻ നേരത്ത് ബിക്ക് 5 കൂടുതലുണ്ട്. ഓക്കെ, അപ്പൊ ആ 5 എന്ത് ചെയ്യണം? കുറച്ച് 31 ആക്കണം. 35 കുറച്ച് 31 ആക്കണം. അതിന് 4 കുറയണ്ടേ? അപ്പം സി എന്തും കൂടെ ചെയ്യും? 4 കുറയ്ക്കുകയും കൂടെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ സിയുടെ വയസ്സ് 31 + 1 32 -4 ചെയ്യുമ്പോൾ 28 എന്ന് കിട്ടും. 32 -8 -4 28. ഓക്കെ, അപ്പൊ എയുടെ ആയി, ബിയുടെ ആയി, സിയുടെ ആയി. ഓക്കെ, ഇനി വായിച്ചു നോക്കാണ്. ഏജ് ഓഫ് സി 2 years hence. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ സിയുടെ ഏജ് ഓഫ് സി എന്ന് പറയുന്നത് 30 ആവും. ആൻഡ് പ്രസന്റ് ഏജ് ഓഫ് ഡി ആർ ഇൻ റേഷ്യോ. ഓക്കെ, അപ്പം ഈ രണ്ട് റേഷ്യോ, സിയുടെ ഏജ് ആഫ്റ്റർ 2 ഇയേഴ്സും പ്രസന്റ് ഏജ് ഓഫ് ഡിയും തമ്മിലുള്ള റേഷ്യോ ആണ് 6:5. അങ്ങനെയാണെങ്കിൽ ഈ 6 റേഷ്യോ എന്ന് പറയുന്നത് 28 + 2 30 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഡിയുടെ പ്രസന്റേജ് എന്തായി? 25 ആയി. കാരണം മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ ഈ റേഷ്യോയിൽ 5 അല്ലേ? ഇങ്ങനെ എഴുതാം. ഇനി നോക്കിക്കേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദി സം ഓഫ് ഏജസ് ഓഫ് എ, ബി, സി ആൻഡ് ഡി 4 years hence. അപ്പൊ എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും 4 വർഷം കഴിഞ്ഞുള്ള ഏജ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പോഴത്തെ സമ്മ് കണ്ടുപിടിക്കുകയാണ്. 30 35 28 25. ഓക്കെ, അപ്പൊ കൂട്ടുമ്പോൾ നോക്കി, ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 65 ആയി. ഇനി ഇവർ രണ്ടുപേരും കൂട്ടുന്നത് 28 എന്ന് പറഞ്ഞാൽ 25 + 3 അല്ലേ? അപ്പൊ ഒരു 50 ആയി, 53 ആയി. ഓക്കെ, അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ നേരത്ത് 8118 എന്ന് കിട്ടി. ഇത് പ്രസന്റിൽ അവരുടെ ഏജസിന്റെ സമ്മ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ 4 പേർക്ക് 4 വയസ്സ് കൂടില്ലേ? അപ്പൊ ടോട്ടൽ 16 വയസ്സ് കൂടും. അപ്പൊ 16 കൂടെ ആഡ് ചെയ്യുക. 16 കൂടെ ആഡ് ചെയ്യുമ്പോൾ 4 റിമൈൻഡർ 1 3 1. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി എത്രയാണ്? 1 3 4. ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ ഇത്രയും സ്റ്റെപ്പുകൾ എടുത്താണ് ചെയ്തത്. വേറെ കുറുക്ക് വഴികളില്ല. ഏറ്റവും എളുപ്പത്തിലാണ് നമ്മളിവിടെ ആവറേജ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഏജസിന്റെ തന്നെ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചോദ്യം. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാൻ എങ്ങനെ പോയാലും നമുക്കൊരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി ചെയ്യാൻ ഒരു 35 to 50 സെക്കൻഡ് എടുക്കും. 1 മിനിറ്റ് എടുക്കല്ലേ, 35 to 50 സെക്കൻഡിനുള്ളിൽ പെട്ടെന്ന് റീഡ് ചെയ്ത് മീനിങ് മനസ്സിലാക്കി ചെയ്തു പോവാം. ഈ മെത്തേഡൊക്കെ പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ഇവിടെയും പെട്ടെന്ന് കണക്ട് ചെയ്യാം. പിന്നെ ആഡ് ചെയ്യുന്നതിലായിരിക്കും കുറച്ചുകൂടെ ടൈം എടുക്കുന്നത്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ആഡ് ചെയ്ത് ഇതേ കണക്കൊക്കെ ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം.
അടുത്ത ചോദ്യം സ്ക്രീനിലുണ്ട്. ഇൻകം എക്സ്പെൻഡിച്ചർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, നോക്കാം നമുക്ക്. എ ആൻഡ് ബി ഹാവ് ആൻ ഇൻകം ഇൻ ദ റേഷ്യോ 3:2. എയുടെയും ബിയുടെയും ഇൻകത്തിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ആൻഡ് ഹാവ് ആൻ എക്സ്പെൻസ് ഇൻ ദ റേഷ്യോ 5:3. അപ്പൊ എക്സ്പെൻസിന്റെ റേഷ്യോയും തന്നിട്ടുണ്ട്. എത്രയാണ്? 5:3 ആണ്. ഓക്കെ, ഇഫ് ബോത്ത് ഓഫ് ദം ഗിവ് ദെയർ സേവിങ്സ് ടു അനദർ പേഴ്സൺ അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും സേവിങ്സ് കാണും. ഓക്കെ, സേവിങ്സ് എന്ത് ചെയ്യാണ്? വേറൊരാൾക്ക് കൊടുക്കാണ്, സിമ്പിൾ ഇൻട്രസ്റ്റിൽ കൊടുക്കാണ് 10% പലിശയ്ക്ക്. എ എന്ന് പറയുന്ന ആള് 10%, ബി എന്ന് പറയുന്ന ആള് 12% പലിശയ്ക്കും കൊടുക്കാണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് കയറി വന്നു. ഓക്കെ, ദേ ഗോട്ട് റിട്ടേൺസ് ആസ് 990. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുമ്പോൾ അവിടെ പലിശ മാത്രമാണ് മക്കളെ, അത് നിങ്ങൾ ഓർത്തോണം. ഓക്കെ, റിട്ടേൺസ് എന്ന് പറയുമ്പോൾ പലിശ മാത്രമാണ്. ആ പലിശ മാത്രം എത്ര കിട്ടി? 990 കിട്ടി. അസ്യൂമിങ് ദാറ്റ് their savings is same. ഓക്കെ, അപ്പൊ രണ്ടുപേരുടെ സേവിങ്സ് സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്ക് നിന്ന് ഫ്രണ്ടിലോട്ട് പോവാം. രണ്ടുപേരുടെ സേവിങ്സ്. ഓക്കെ, സേവിങ്സ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നിരിക്കുന്ന ചുമ്മാതാണ് കേട്ടോ. ഇതൊക്കെ തന്നിരിക്കുന്നത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമ്മൾ പാനിക് ആവരുത്. ക്വസ്റ്റ്യൻ കണ്ട് നല്ല രീതിക്ക് മനസ്സിലാക്കി എടുക്കുക. സേവിങ്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നോക്കിക്കേ, രണ്ടുപേർക്കുള്ള സേവിങ്സ് സെയിം. ഓക്കെ, അപ്പൊ ഞാൻ രണ്ടുപേർക്കുള്ള സേവിങ്സ് എ എന്ന് എടുക്കാമെന്ന് വിചാരിച്ചോ. രണ്ടുപേർക്കും എ ആണല്ലോ. അപ്പൊ ഇയാള് ആദ്യത്തെ എ എന്ന് പറയുന്ന ആള് 10% കൊടുക്കുമ്പോൾ ഈ സേവിങ്സ് ആയ എന്റെ 10% പലിശയായിട്ട് കിട്ടും. എന്റെ 10% പലിശയായിട്ട് കിട്ടും. ഓക്കെ, ഇനി എ എമൗണ്ട് തന്നെ 12% കൊടുക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് സേവിങ്സ് ആയിട്ട് എത്ര കിട്ടും? എയുടെ 12%. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴല്ലേ 990 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എയുടെ 22% എന്ന് പറയുന്നതാണെന്ത്? 990. നോക്കിക്കേ, 11 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്നും 90 എന്നും വരും. 2 കൊണ്ട് കട്ട് ചെയ്താൽ 45 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ സേവിങ്സ് എ ഈക്വൽ ടു 4500. ഓക്കെ, അപ്പൊ ഫൈൻഡ് ദെയർ സേവിങ്സ് എന്നാണ് ചോദ്യം. ഓക്കെ, 4500 സേവിങ്സ് കിട്ടി. 4500. അപ്പൊ ക്വസ്റ്റ്യൻ കണ്ട് നമ്മൾ പാനിക് ആവരുത്. ക്വസ്റ്റ്യൻ വായിച്ച് കറക്റ്റ് ആയിട്ട് മീനിങ് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഓക്കെ, പ്രോഫിറ്റ് അല്ല പാർട്ട്ണർഷിപ്പിലെ ചോദ്യമാണ്. ഓക്കെ, മുകുൽ, അതുൽ, രാഹുൽ 3 പേരുണ്ട്. മുകുൽ, അതുൽ, രാഹുൽ started a business. മുകുൽ invested 2/7 of the total investment. മുകുൽ എന്ത് ചെയ്തു? 2/7 ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 2/7. ഓക്കെ, മുകുല് 2/7 ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ മുകുലിന്റെ 2 ആണ്. ഇനി ബാക്കിയുള്ളത് ഇവർ രണ്ടുപേരല്ലേ, ഇവർ രണ്ടുപേരുടെയും കൂടെ 5 ആണ്. ടോട്ടലിന്റെ 2/7 എന്ന് പറയുമ്പോൾ ടോട്ടല് 7 ആണ്. അതിൽ 2 പോർഷൻ ഇവര്, എയും ആറും കൂടെ 5. ഓക്കെ, ഇനി നോക്കിക്കേ, ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് മുകുൽ ആൻഡ് അതുൽ. അപ്പൊ മുകുൽ ആൻഡ് അതുൽ ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് രാഹുൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എം പ്ലസ് എ ഈക്വൽ ടു 6 എന്ന് പറയാം. മുകുലിന്റെ അതുലിന്റെയും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന രാഹുലിന്റെ ഇൻവെസ്റ്റ്മെന്റിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നോക്കിക്കേ, മുകുലിന്റെ അറിയാമല്ലോ, മുകുലിന്റെ നമുക്ക് ഓൾറെഡി 2 എന്ന് അറിയാം. 2 പ്ലസ് എ ഈക്വൽ ടു 6 എന്ന് എഴുതാം. 6 മൈനസ് എ ഈക്വൽ ടു 2 എന്ന് എഴുതി കൂടെ? 6 മൈനസ് എ ഈക്വൽ ടു 2 എന്ന് എഴുതാം. നോക്കിക്കേ, എയുടെയും ആറിന്റെയും കൂടെ സമ്മ് 6 പ്ലസ് എ എന്ന് പറയുന്നത് എത്രയാണെന്നറിയാം? 5 എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ആറിന്റെ വാല്യൂ സമ്മിന്റെ പകുതി എന്ന് പറയുമ്പോൾ 3.5 അല്ലേ? 2 7 ആണ്. അപ്പൊ ആറിന്റെ പകുതി 3.5. അങ്ങനെയാണെങ്കിൽ ഇത് 6 നമുക്ക് എന്ത് കിട്ടി? 3.5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 1.5 എന്ന് കഴിഞ്ഞാൽ 5 കിട്ടുള്ളൂ. അപ്പൊ റേഷ്യോ കിട്ടി. ഇനി ഈ റേഷ്യോനെ നമ്മൾ ഡെസിമലി കിടക്കുന്ന റേഷ്യോനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റേ നമ്പർ, സാധാരണ നമ്പറിൽ എഴുതാം. 3.5 എന്ന് പറഞ്ഞാൽ 7/2 അല്ലേ? 7/2, ഇത് 3/2, ഇത് 2. അപ്പൊ നോക്കിക്കേ, ഇവിടെ ന്യൂമറേറ്റ് ഡിനോമിനേറ്റർ 1 ആണ്. 2 ആക്കാൻ വേണ്ടി 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? 4 എന്ന് വരും. അപ്പൊ റേഷ്യോ, അവരുടെ 3 പേരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:3:7. ഇതാണ് 4:3:7. ഓക്കെ, ഇനി നോക്കിക്കേ, ഇഫ് ദേ ഡിസ്ട്രിബ്യൂട്ടഡ് ദി പ്രോഫിറ്റ് ഇൻ ദി ക്യാപിറ്റൽ റേഷ്യോ. അപ്പൊ ടൈം പീരീഡിനെ പറ്റി ഒന്നും പറയുന്നില്ല. ക്യാപിറ്റലിന്റെ റേഷ്യോയിൽ തന്നെയാണ് എന്ത്? പ്രോഫിറ്റ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതുൽ റിസീവ്ഡ്, അതുൽ എന്ന് പറയുമ്പോൾ ഇയാൾ. ഓക്കെ, അതുൽ റിസീവ്ഡ് 1530 എന്ന് പറയുമ്പോൾ ഈ 3 എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള വിലയാണെന്ത്? 1530. അങ്ങനെയാണെങ്കിൽ വെട്ടാം, 3 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 5 ടൈംസ് 1 ടൈം 0.
അപ്പൊ 1 എന്ത് കിട്ടി 510 കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് ഞാൻ നോക്കുമ്പോൾ 7 + 3 10 ആണ്, 10 + 4 14 ആണ്. അപ്പൊ 14 × 510, 14 × 510 നോക്കിക്കേ, 14 × 0 0 ആണ്, 14 × 1 14 ആണ്, 1 റിമൈൻഡർ, 14 × 5 70 ആണ്, 70. അപ്പൊ 70 പ്ലസ് ആ ഒരു റിമൈൻഡർ ആഡ് ചെയ്യാൻ നേരത്ത് 7140. അപ്പം നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ എത്ര വരും? ഓപ്ഷൻ സി 7140 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ പാർട്ണർഷിപ്പിന്റെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, SBI POയ്ക്ക് ചോദിക്കുന്ന ടൈപ്പ് ചോദ്യം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, റെക്ടാങ്കിളിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം മെൻസുറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം അല്ലെ. ദി ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ, ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 216 മീറ്റർ സ്ക്വയർ ആണ്. 216 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഏരിയ എന്ന് പറയുന്നത് L × B ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അത് നമുക്ക് അപ്പൊ L × B 216. ദി റേഷ്യോ ഓഫ് ലെങ്ത് ടു ബ്രെഡ്ത്ത്. ഓക്കെ, അപ്പൊ ലെങ്തിന്റെയും ബ്രെഡ്ത്തിന്റെയും റേഷ്യോ തന്നിരിക്കുകയാണ്. അപ്പൊ റേഷ്യോ തരുമ്പോൾ 3x 2x. അപ്പൊ 3x × 2x എന്ന് പറയുമ്പോൾ എത്രയാണ്? 216 ആണ്. നോക്കിക്കേ, ഒരു 6 ഇല്ലേ? അപ്പൊ 216 എന്ന് പറയുന്നത് 6³ ആണെന്നറിയാം. അപ്പൊ 6³ 6 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6² കിട്ടില്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂ 6. ഓക്കെ, എക്സിന്റെ വാല്യൂ 6 ആയി കഴിഞ്ഞാൽ ലെങ്ത് എന്ന് പറയുന്നത് 3 × 6 18, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 × 6 12. ഓക്കെ, അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ എത്ര എന്ന് പറയുന്നുണ്ട്? 7/6 ഓഫ് ദി ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്, മാറിപ്പോയത്, റേഡിയസ് അല്ല. അപ്പൊ ഡയമീറ്റർ എന്ന് പറയുന്നത് 7/6 ഓഫ് ദി ബ്രെഡ്ത്ത്. ഓക്കെ, അപ്പൊ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 12 അല്ലേ? 12 എടുത്തു. അങ്ങനെയാണെങ്കിൽ വെട്ടുമ്പോ നമുക്ക് ആൻസർ എത്ര എന്ന് കിട്ടും? ഇവിടെ 2 എന്ന് കിട്ടും. അപ്പൊ 7 × 2 12, 7 × 2 14. അപ്പൊ ഡയമീറ്റർ 14 ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്ര വരും? 7 വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? Then find the difference between area of rectangle and circle. അപ്പൊ ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഓൾറെഡി അറിയാം, 216 ആണ്. ഇനി ഏരിയ ഓഫ് സർക്കിൾ കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ πr² അല്ലേ? അപ്പൊ π എന്ന് പറയുന്നത് 22/7 ആണെന്നറിയാം. 22/7 × 7 × 7. അപ്പൊ ഒരു 7ഉം കട്ട് ചെയ്തു. 22 × 7. ഓക്കെ, 2 × 7 14 ആണ്. അപ്പം 154 എന്ന് കിട്ടും. അപ്പം 154 കുറയ്ക്കാം, 2 കിട്ടി, 6 വരും. ഓക്കെ, ആൻസർ 62 എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻസ് റോങ് ആണ് കേട്ടോ. ഓപ്ഷൻസ് ഇതിന്റെ റോങ് ആണ്, നോക്കണ്ട, ഓപ്ഷൻസ് റോങ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടും? 62 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ചെയ്യേണ്ട വിധം മനസ്സിലായല്ലോ. റെക്ടാങ്കിളിന്റെ ഏരിയ തന്നിട്ടുണ്ട്, ഏരിയന്ന് പോവാണ്. ഏരിയന്ന് നമ്മുടെ അവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ കണ്ടുപിടിച്ചു. ഓക്കെ, ബട്ട് കിട്ടുന്നത് എന്താണ്? ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്നാ തന്നിരിക്കുന്നത്, തെറ്റിപ്പോയത്, ഇവിടെ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത്. ഡയമീറ്റർ എന്ന് പറയുന്നത് 7/6 ഓഫ് ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ഡയമീറ്റർ അവിടെ നിന്ന് 14 കിട്ടി. അങ്ങനെയാണെങ്കിൽ റേഡിയസ് 7, സർക്കിളിന്റെ ഏരിയ πr², 22/7 × 7 × 7 എത്ര കിട്ടും? 154. ഓക്കെ, അപ്പൊ ആൻസർ നമുക്ക് 62 എന്ന് കിട്ടും. ക്ലിയർ ആണേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പം മെൻസുറേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെൻസുറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഇക്വേഷൻസ് പഠിച്ചാൽ മതി, നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ആ ഒരു ചോദ്യം കറക്റ്റ് ചെയ്യാം. അപ്പൊ പലരും ഇക്വേഷൻസ് പഠിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുന്നത്. മെൻസുറേഷൻ, ഏരിയാസ് ആൻഡ് വോളിയം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് പ്രോബബിലിറ്റി. ഓക്കെ, ചില പേപ്പറുകളിൽ പ്രോബബിലിറ്റിയുടെ ഒരു ചോദ്യം വരാം SBI POയ്ക്ക്. ഓക്കെ, അപ്പം പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അതും പോയി. അപ്പൊ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, പ്രോബബിലിറ്റി പഠിച്ചു കഴിഞ്ഞാൽ പ്രോബബിലിറ്റിയുടെ ആ ഒരു ചോദ്യം ഒന്ന് സെറ്റ് ആവും. ഓക്കെ, അപ്പൊ അതുകൂടെ പഠിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, ക്വാണ്ടിറ്റി കമ്പാരിസൺ ബേസ്ഡ് ചോദ്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ക്വാണ്ടിറ്റി കമ്പാരിസൺ ചോദ്യത്തിൽ നമുക്ക് ഓപ്ഷൻസ് വരുന്നത് ഇങ്ങനെയായിരിക്കും. നോക്കിക്കേ, ക്വാണ്ടിറ്റി 1, Q1 ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിറ്റി 1 ആണ്. ക്വാണ്ടിറ്റി 1 ഗ്രേറ്റർ ദാൻ ക്വാണ്ടിറ്റി 2 ആണ്. അല്ലെങ്കിൽ ക്വാണ്ടിറ്റി 1 ലെസ് ദാൻ ക്വാണ്ടിറ്റി 2 ആണ്. അപ്പൊ ക്വാണ്ടിറ്റി 2 വലുത്. ഓക്കെ, ഇനി ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ
Q1 ഈക്വൽ ടു Q2 എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി 1 ഈക്വൽ ടു ക്വാണ്ടിറ്റി 2, അല്ലെങ്കിൽ നോ റിലേഷൻ. ഇങ്ങനെയൊക്കെ പല രീതിയിലായിരിക്കും, ഇങ്ങനത്തെ രീതിയിലായിരിക്കും എന്ത് ചോദ്യം വരുന്നത്. ഓക്കെ, നമുക്ക് നോർമൽ ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, അത് അല്ലാണ്ട് ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി കമ്പാരിസൺ പോലെ ആയിരിക്കും എന്ത് അവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചോദിക്കുന്നെങ്കിൽ. ഓക്കെ, SBI PO പ്രിലിംസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ക്വാണ്ടിറ്റി 1 എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ലാർജസ്റ്റ് റൂട്ട് ഓഫ് ബോത്ത് ഇക്വേഷൻ. അപ്പൊ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ആ രണ്ട് ഇക്വേഷനിലെ വലിയ റൂട്ടുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് എന്ത്? ക്വാണ്ടിറ്റി 1. അപ്പൊ ക്വാണ്ടിറ്റി 2 എന്ന് പറയുന്ന ക്യൂബ് റൂട്ട് ഓഫ് 729 ആണ്. അത് നമുക്ക് 9 എന്നറിയാം, അതുകൊണ്ട് ഓൾറെഡി എഴുതി. ഇനി നോക്കിക്കേ, x² - 5x + 6 എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രോഡക്റ്റ് 6 ആണ്, സമ്മ് +5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 2ഉം 3ഉം ആണല്ലോ. അപ്പൊ എക്സിന്റെ വാല്യൂ 2ഉം 3ഉം. ഇനി വൈയുടെ വാല്യൂ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. അവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 18 ആണ്. 2 × 9 18, സം എന്ന് പറയുന്നത് +9. ഓക്കെ, രണ്ട് നമ്പേഴ്സ് പ്രോഡക്റ്റ് 18 ആണ്, അതുപോലെ തന്നെ സം എന്ന് പറയുന്നത് +9. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് 6 × 3 ചെയ്യുമ്പോഴല്ലേ നമുക്ക് 18 കിട്ടുന്നത്. 6 + 3 9 ആണ്. അപ്പൊ 6ഉം 3ഉം ആണ്. പക്ഷെ കോഎഫിഷ്യന്റ് 2 ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഡിവൈഡ് ചെയ്യാൻ നേരത്ത് 3 എന്നും 3/2 1.5 എന്ന് വരും. അപ്പൊ രണ്ട് നമ്പേഴ്സിന്റെയും ലാർജസ്റ്റ് റൂട്ട് എന്ന് പറയുമ്പോൾ ലാർജസ്റ്റ് റൂട്ട് 3 അല്ലേ? അപ്പൊ 3 × 3 9 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 9 ആണ്. അപ്പൊ രണ്ട് ക്വാണ്ടിറ്റിയും ഈക്വൽ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഇ, ക്വാണ്ടിറ്റി 1 ഈക്വൽ ടു ക്വാണ്ടിറ്റി 2 ഓർ നോ റിലേഷൻ. ക്ലിയർ ആണ്? അപ്പൊ ക്വാണ്ടിറ്റി 1 ഈക്വൽ ടു ക്വാണ്ടിറ്റി 2 ആയാലും നോ റിലേഷൻ ആയാലും ഇതേ ഓപ്ഷൻ. ഓക്കെ, വ്യത്യാസമില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ABC started a business in the ratio 7:9 respectively. ഓക്കെ, പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്ന ചോദ്യമാണ്. ABC ഇല്ല, A and B started a business in the ratio 7:9 respectively after 6 months. 6 മാസം കഴിഞ്ഞപ്പോൾ സിയും കൂടെ ജോയിൻ ചെയ്തു. അപ്പൊ 3 പേരുണ്ട്, A, B, C. ഓക്കെ, അപ്പൊ എയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന 7 ആണ്, ബിയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന 9 ആണ്. ഓക്കെ, സി ജോയിൻ ചെയ്തു, 6 മാസം കഴിഞ്ഞാണ് ജോയിൻ ചെയ്തത്, വിത്ത് 2 times ദി ക്യാപിറ്റൽ ഓഫ് എ. ഓക്കെ, എയുടെ ക്യാപിറ്റലിന്റെ 2 times എന്ന് പറയുമ്പോൾ 40. ആഫ്റ്റർ 1 year ടോട്ടൽ പ്രോഫിറ്റ്. ഓക്കെ, ആഫ്റ്റർ 1 year കഴിയുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പം ടോട്ടൽ ടൈം എന്ന് പറയുന്ന 1 year ആണ്. അപ്പൊ നോക്കിക്കേ, എ എന്ന് പറയുന്ന ആള് 12 മാസമുണ്ട്, പക്ഷെ ബിയും 12 മാസമുണ്ട്, പക്ഷെ സി 12 മാസം ഉണ്ടോ? ഇല്ല. 6 മാസം കഴിഞ്ഞാണ് സി വന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 6 മാസം മാത്രമേ സി ഉള്ളൂ. ഓക്കെ, അപ്പൊ അവരുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 7 × 12 9 × 12 14 × 6 ആയിരിക്കും. അവിടെ നിന്ന് എന്തൊക്കെ കട്ട് ചെയ്യാം? 6 12 രണ്ടും കട്ടായി, 2:2 ആയി. ഇനി നോക്കിക്കേ, എല്ലായിടത്തും 2 കോമൺ അല്ലേ? 2 കട്ട് ചെയ്യുമ്പോൾ 7. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫൈനൽ റേഷ്യോ എന്താ? ഫൈനൽ റേഷ്യോ നോക്കിക്കേ, 7:9:7. ഓക്കെ, അവിടെ തന്നിരിക്കുന്നത് ടോട്ടൽ പ്രോഫിറ്റ് ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ സം എടുക്കുക, റേഷ്യോയിൽ സം എടുക്കുക. 9 + 14 അല്ലെ? 9 + 14 23 റേഷ്യോ കിട്ടില്ലേ? അപ്പൊ ഈ 23 റേഷ്യോയ്ക്ക് സമമായിട്ടുള്ള വാല്യൂ ആണ് 9200 അല്ലെ 000 9200. ഒക്കെ 23 ടേബിളിലുള്ള ഒരു നമ്പർ ആണ് 92. 23 × 4 എന്ന് വരും. അപ്പം നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ 4000 എന്ന് കിട്ടി. നമുക്ക് വേണ്ടുന്നത് ഫൈൻഡ് ദി സം ആണ് വേണ്ടത്. ബിയുടെയും സിയുടെയും പ്രോഫിറ്റിന്റെ സം. അപ്പൊ ബിയുടെയും സിയുടെയും പ്രോഫിറ്റിന്റെ സം എന്ന് വെച്ചാൽ ബി പ്ലസ് സി 9 + 7 എത്ര വരും? 16 കിട്ടും അല്ലെ? അപ്പൊ 16 റേഷ്യോ എന്ന് പറയുന്ന ആൻസർ എത്ര കിട്ടും? 16 × 4 64 ആണ് ആൻസർ. 64,000 ഓപ്ഷൻ ബി. ആൻസർ 64,000 ഓപ്ഷൻ ബി. ക്ലിയർ ആണേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എളുപ്പമുള്ള ഒരു ചോദ്യം. അപ്പൊ ഇതിനൊക്കെ ഒരു 10-20 സെക്കൻഡ് ഒക്കെ എടുക്കാവുള്ളൂ മാക്സിമം. ഓക്കെ, റോങ് നമ്പേഴ്സ്. ഓക്കെ, എളുപ്പമുള്ള ടോപ്പിക് റോങ് നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ആ റോങ് നമ്പേഴ്സിനെ ബെസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, നോക്കുമ്പോ നോക്കിക്കേ, കൂടി കുറഞ്ഞു, അങ്ങനെ പോയിക്കേ, കൂടി പിന്നെ കുറഞ്ഞു, കൂടി കുറഞ്ഞു, കൂടി കുറഞ്ഞു, അങ്ങനെ പോയിക്കാണ്. ഓക്കെ, അപ്പൊ ഞാൻ നോക്കുമ്പോ ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കുമ്പോ 2 കൂടി, ഇവിടെ നോക്കുമ്പോ 4 കുറഞ്ഞു, ഇവിടെ നോക്കിയപ്പോ
6 കൂടി. ഓക്കെ, ഇവിടെ 8 കൂടി. സോറി 8 കൂടിയല്ല, 8 കുറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് പാറ്റേൺ മനസ്സിലാവുന്നു. 2, 4, 6, 8 ഓൾട്ടർനേറ്റീവ് പ്ലസും മൈനസും വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് 10 കൂടണം. 10 കൂടിക്കഴിഞ്ഞാൽ 20 അല്ലേ, പക്ഷെ 22 കിടക്കുന്നു, അപ്പൊ തെറ്റി. അപ്പൊ ആൻസർ റോങ് നമ്പർ 22. റോങ് നമ്പർ എന്ന് മനസ്സിലായി, അപ്പൊ അപ്പോഴേ കുത്തുക. പിന്നെ ആ റോങ് നമ്പറിനെ ശരിയാക്കാൻ നിൽക്കില്ല, ശരിയാക്കുമ്പോൾ അത്രയും ടൈം കൂടെ പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സ്മാർട്ടായിട്ട് റോങ് നമ്പർ ചെയ്യേണ്ടത്. ക്ലിയർ ആണേ? അടുത്ത ചോദ്യം. ഓക്കെ, റോങ് നമ്പറിന്റെ തന്നെ അടുത്ത ചോദ്യം. റോങ് നമ്പറിന്റെ തന്നെ അടുത്ത ചോദ്യം. ഓക്കെ, നമ്പേഴ്സിനെ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. നോക്കിക്കേ, 6.25, 6.5 ചെറിയ കുറവ്, ചെറുതായിട്ട് കൂടി, 12.5 ആയി, പിന്നെ കൂടി പോവുകയാണ്, ഭയങ്കരമായിട്ട് കൂടി. നോക്കിക്കേ, ഇവിടുത്തെ ഈ ചെറിയ നമ്പറും വലിയ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ ഒന്നുകിൽ അഡിഷൻ വരാം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വരാം. ഓക്കെ, ആഡ് ചെയ്യുകയാണെങ്കിൽ ക്യൂബുകളോ സ്ക്വയറുകളോ ആഡ് ചെയ്തായിരിക്കും പോകുന്നത്, അത് നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഇനി അതല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ എനിക്ക് നമ്പേഴ്സ് കണ്ടിട്ട് മൾട്ടിപ്ലിക്കേഷൻ കണക്കാണ് തോന്നുന്നത്. കാരണം നോക്കിക്കേ, ഒരു 50 ഉണ്ട്, 50 ഇൻറ്റു 8 ആണെന്ത് 400. പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ് 50 ഇൻറ്റു 8 ആണെന്ത് 400. അതേപോലെ തന്നെ 12.5 എന്ന് പറയുന്നത് 25ന്റെ പകുതിയാണ്. അപ്പൊ 12.5 ഇൻറ്റു 4. ഓക്കെ, അപ്പൊ നോക്കിക്കേ 4, 8. അടുത്ത് നോക്കിക്കേ, ഇത് 4നെ 64 ആക്കണമെങ്കിൽ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. ഇപ്പൊ 400 ഇൻറ്റു 16 ആണ്. അപ്പൊ അവിടെയും കറക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻറ്റു 2 എന്ന് വരും. അപ്പൊ 6.5 ഇൻറ്റു 2 ആണോ? അല്ല, 6.5 ഇൻറ്റു 2 അല്ല. ഇവിടെ ഇൻറ്റു 2 വരണം, ഇവിടെ ഇൻറ്റു 1 വരണം. അപ്പൊ ഇവിടെ 6.25 ആയിരുന്നു. അപ്പൊ ഇത് റോങ് നമ്പർ. ആൻസർ എന്ന് പറയുന്നത് റോങ് നമ്പർ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഓപ്ഷൻ ഇ. ഓക്കെ, ഫൈൻഡ് ദി റോങ് നമ്പർ, നോട്ട് കറക്റ്റ് ദി ഓർഡർ റോങ് നമ്പർ. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, നമ്പേഴ്സ് നോക്കുന്നു. നമ്പേഴ്സിന്റെ ഡിഫറൻസുകൾ ചെറിയ ഡിഫറൻസുകളാണ്. ഓക്കെ, ചെറിയ ഡിഫറൻസുകളാണ് നോക്കുന്നു. ഡിഫറൻസ് എടുത്ത് നോക്കാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 4 കൂടി, ഇവിടെ 9 കൂടിയാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ 16 കൂടി, ഇവിടെ 25 കൂടി. ഓക്കെ, നമ്പേഴ്സിന്റെ പ്രത്യേകം ഓക്കെ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ. ഓക്കെ, അപ്പൊ അടുത്തത് 36 കൂടണം അല്ലെ, 36 കൂടിയായിരിക്കുന്നത്. ഓക്കെ, അടുത്തത് 49 കൂടണം. 49 കൂടുമ്പോൾ 9 + 9 8 വരണം. അപ്പൊ ഇത് റോങ് നമ്പർ, തെറ്റി. ഓക്കെ, അപ്പൊ റോങ് നമ്പർ കണ്ടുപിടിച്ചു. ഫൈൻഡ് ദ റോങ് നമ്പർ കണ്ടുപിടിച്ചു. ഓപ്ഷൻ ഇ 154. ക്ലിയർ ആണേ? ഓക്കെ, റോങ് നമ്പർ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. അപ്പം നമ്മൾ 10 ചോദ്യം പിന്നിട്ടു. പെട്ടെന്ന് ആ റോങ് നമ്പേഴ്സ് ആണ് നമുക്ക് ഇതിൽ സ്പീഡിൽ കിട്ടിയത്. അപ്പൊ റോങ് നമ്പേഴ്സ് ചില്ലറക്കാരനല്ല, നിങ്ങൾ പാടെന്ന് വിചാരിച്ചു, പക്ഷെ ഇവിടെ കണ്ടോ നമുക്ക് പെട്ടെന്ന് കിട്ടി. അപ്പൊ ആ ഒരു ടെക്നിക്ക് പിടികിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ഒരു സബ് ടോപ്പിക് ആയ ബോട്ട് ആൻഡ് സ്ട്രീമിലെ ചോദ്യമാണ്. ഓക്കെ, ചോദ്യം വായിച്ചു നോക്കാം. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 50% മോർ ദാൻ അപ്സ്ട്രീം സ്പീഡ് ഓഫ് ദി ബോട്ട്. ഓക്കെ, അപ്പം ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്നത് നമ്മൾ USD മെത്തേഡ് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. U എഴുതി, S എഴുതി, D. U എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം സ്പീഡ്, D എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം സ്പീഡ്. ഓക്കെ, അപ്പൊ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡ് എന്ന് പറയുന്നത് 50% കൂടുതലാണ്. 50% എന്ന് പറഞ്ഞാൽ 1/2 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ അപ്സ്ട്രീം സ്പീഡ് നമ്മൾ 2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 3 വരും എന്ത്, സ്റ്റിൽ വാട്ടറിലെ സ്പീഡ്. കാരണം 50% എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലേടാ. അപ്പം 50% കൂടുതൽ എന്ന് വെച്ചാൽ 100 ആയിരുന്ന നമ്പർ 180 ആവല്ലേ. അപ്പൊ ഇത് 180, ഇത് 100. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം, 100ന് പകരം 2 കൊടുക്കുന്നു. അപ്പൊ 2 ആയിരുന്ന സാധനം 1 കൂടി 3 ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് എന്ന് പറയുന്നത് 1 വരും. കാരണം 3 - 1 ചെയ്താലേ 2 കിട്ടുള്ളൂ. അപ്പൊ ഡൗൺ സ്ട്രീം സ്പീഡ് 4 ആയി. ഓക്കെ, ഇതാണ് USD മെത്തേഡ്. ഓക്കെ, അപ്പൊ USD മെത്തേഡ് അറിഞ്ഞുകൂടാത്തവർ നമ്മുടെ കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ദി ബോട്ട് ടുക്ക് 18 hours ഇൻ ടോട്ടൽ. ഓക്കെ, ടോട്ടൽ 18 hours എടുത്തു. ഇതെന്ന് പറയുന്ന സ്പീഡ് റേഷ്യോ ആണ്. ഓക്കെ,
in total to cover 120 kilometer each in upstream and in downstream. ഓക്കെ, അപ്പൊ അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആള് സെയിം ആണ്. അപ്സ്ട്രീമിലും ഡൗൺസ്ട്രീമിലും ബോട്ട് പോയിട്ട് വന്നു, 120 കിലോമീറ്റർ പോയിട്ട് വന്നു. അപ്പൊ 120 കിലോമീറ്റർ എന്ന് പറയുന്നത് സെയിം ആണ് അപ്സ്ട്രീമിലും ഡൗൺസ്ട്രീം. അപ്പൊ സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതിൽ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ്. അങ്ങനെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ നോക്കിയാൽ മക്കളെ, സ്പീഡ് എന്ന് പറയുന്ന ആൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അങ്ങനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്നുള്ള പ്രത്യേകത എന്താണ്? സ്പീഡ് റേഷ്യോ തിരിയും. സ്പീഡ് റേഷ്യോ തിരിഞ്ഞ് ടൈം റേഷ്യോ എന്താവൂടാ? 4:2 എന്നാവും. അപ്സ്ട്രീമില് 4, ഡൗൺസ്ട്രീമിൽ 2. അങ്ങനെയാണെങ്കിൽ വെട്ടിക്കഴിഞ്ഞാൽ റേഷ്യോ എന്തായി? 2:1. അതായത് ഈ 3 റേഷ്യോ എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ ഇവിടെ 18. അപ്പൊ 3 റേഷ്യോ 18 ആണെങ്കിൽ 1 റേഷ്യോ എന്ന് പറയുന്നത് 6 കിട്ടില്ലേ? അതായത് ഡൗൺ സ്ട്രീമിൽ 6 മണിക്കൂർ പോയി, അപ്സ്ട്രീമില് 12 മണിക്കൂർ പോയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ, അപ്സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ പോരെ. ഡിസ്റ്റൻസ് 120 ആണ്. അപ്പൊ 120/12 ചെയ്യാൻ നേരത്ത് ഈ 2 എന്ന് പറയുന്നത് എന്ത് കിട്ടി? 10 കിട്ടി. അപ്പൊ അപ്സ്ട്രീം സ്പീഡിന്റെ റിയൽ വാല്യൂ കിട്ടി. അപ്പൊ 5 അല്ലേ? ഇവിടത്തത് 20 വരും. ഇതെന്ന് പറയുന്നത് 15, ഇതെന്ന് പറയുന്നത് 5. ഓക്കെ, അല്ലാതെ നിങ്ങൾ ചെയ്താലും കിട്ടും. നോക്കിക്കേ, 120 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ 20 അല്ലേ? അപ്പൊ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 20. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഫൈൻഡ് ദി ഡിസ്റ്റൻസ് കവേർഡ് ബൈ ബോട്ട്. ബോട്ട് കവർ ചെയ്ത ഡിസ്റ്റൻസ് ഇൻ ഡൗൺ സ്ട്രീം. അപ്പൊ ഡൗൺ സ്ട്രീമിലുള്ള ഡിസ്റ്റൻസ് ആ വേണ്ടത്. ഡൗൺ സ്ട്രീമിലുള്ള ഡിസ്റ്റൻസ് വേണമെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് വേണം, 220 വേണം ഇൻ 6 hours. അപ്പം നമുക്കറിയാം ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ 20 × 6, 20 × 6 120 അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ 120 ഓപ്ഷൻ സി. ഓപ്ഷൻ സി ക്ലിയർ ആണ്. അപ്പൊ USD മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം ചെയ്തത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഒരു ചോദ്യം. ചോദ്യം വായിച്ചു നോക്കാം. ദി കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഐറ്റം ഈസ് 960. ഓക്കെ, കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്, 960 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് മാർക്ഡ് 25% above its cost price. അപ്പൊ കോസ്റ്റ് പ്രൈസിന് 25% above മാർക്ക് ചെയ്തു. അപ്പൊ മാർക്കപ്പ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 960യുടെ 5/4 കണ്ടുപിടിച്ചാൽ മതി. അത് എന്തുകൊണ്ടാണ് 5/4 എടുത്തത്? 25% എന്ന് പറഞ്ഞാൽ 1/4 അല്ലേ? അപ്പം 1/4 കൂടുതൽ. അപ്പൊ 4ന്ന് 1 കൂടുതൽ എന്ന് പറയുമ്പോൾ 5/4 കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ 960യിലെ 5/4 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തായി? മാർക്ക്ഡ് പ്രൈസ് ആയി. അപ്പൊ മാർക്ക്ഡ് പ്രൈസ് ഞാൻ എഴുതി, കണ്ടുപിടിക്കുന്നില്ല, ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി 2 ഡിസ്കൗണ്ട് കൊടുക്കാണ് അല്ലെ? അലോവിങ് 2 സക്സസീവ് ഡിസ്കൗണ്ട്, 2 സക്സസീവ് ഡിസ്കൗണ്ട് കൊടുക്കാണ്. അപ്പൊ ആദ്യത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 20%. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക, 20% ഡിസ്കൗണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് എന്തായിരിക്കും? നോക്കിക്കേ, മാർക്ക്ഡ് പ്രൈസ്. ഒരു ഐറ്റത്തിന്റെ MP ഡിസ്കൗണ്ട് പോയി കഴിഞ്ഞാൽ ആ തുകയ്ക്കല്ലേ നമ്മുടെ കസ്റ്റമർ വാങ്ങിക്കുന്നത്. അപ്പൊ മാർക്ക്ഡ് പ്രൈസ് ഡിസ്കൗണ്ട് പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? SP ആണ്. ഓക്കെ, അപ്പം കഴിഞ്ഞുള്ള ഫ്രാക്ഷൻ 20% പോയി, ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ 20% പോവാണ്, മാർക്ക്ഡ് പ്രൈസിന്റെ 20% പോവാണ്. അപ്പൊ റിമൈനിങ് ഉള്ളത് 80%. ഓക്കെ, അപ്പൊ 80%ന്റെ ഫ്രാക്ഷൻ ഇൻറ്റു 80/100 ആണ്, 4/5 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള സെല്ലിംഗ് പ്രൈസ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഒരു ഡിസ്കൗണ്ട് കൂടെ കൊടുക്കുകയാണ്, X% ഒരു ഡിസ്കൗണ്ട് കൂടെ കൊടുക്കുകയാണ്. ഓക്കെ, X% ഒരു ഡിസ്കൗണ്ട് കൂടെ കൊടുക്കുകയാണ്. X% നമ്മുടെ ഇവിടെ 20% പോയപ്പോൾ ഇവിടെ എടുത്ത് എന്താണ്? 80%. അപ്പൊ X പോയി കഴിഞ്ഞാൽ എന്തെടുക്കണം? 100 - X എന്ന് പറഞ്ഞ് എടുക്കണം. പക്ഷെ ഞാൻ എടുക്കുന്നില്ല, ഞാൻ അതിന്റെ A%. അപ്പൊ A എന്ന് പറയുന്നത് 100 - ആ ഒരു ഡിസ്കൗണ്ട് ആണ് എന്ന് ഓർത്ത് വെച്ചേക്കാം. ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ലാസ്റ്റ് ഫൈനൽ ഉള്ള സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 576 എന്ന് എഴുതാം. അപ്പൊ നോക്കിക്കേ, ഈ 4ഉം ഈ 4ഉം കട്ട് ചെയ്തു, ഈ 5ഉം കട്ടായി പോയി. ഓക്കെ, ഇനി ഒരു 0ഉം കട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ നോക്കിയപ്പോ 576 576 എന്ന് പറയുന്നത് ഒരു 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 3 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 കൊണ്ട് കട്ട് ചെയ്യാം. ഓക്കെ, 3 കൊണ്ട് കട്ട് ചെയ്യാൻ നേരത്ത് 1 ടൈം 3, ബാക്കി 2 കൊണ്ട് 27, 27ല് 9 ടൈംസ്, 6ല് 2 ടൈംസ്. ഓക്കെ, വീണ്ടും ഞാൻ നോക്കിയപ്പോൾ വീണ്ടും ഒരു 3 കൊണ്ട് കട്ട് ചെയ്യാം. വീണ്ടും 3 കൊണ്ട് കട്ട് ചെയ്യാൻ നേരത്ത് 6 ടൈംസ് 18, ബാക്കി ഒരു 1 ഉണ്ട്, 1ഉം 2ഉം 12, 12ല് 4 ടൈംസ് 64 എന്ന് കിട്ടി. ഓക്കെ,
ഇനി 96ഉം 64ഉം രണ്ടും 16ന്റെ ടേബിളിലുള്ള ആൾക്കാരാണ്. ഇയാൾ 16 into 6 ആണ്, ഇയാൾ 16 into 4 ആണ്. ഒന്നുകൂടെ വെട്ടിക്കഴിഞ്ഞാൽ 2 എന്നും 3 എന്നും കിട്ടി. 2 എന്നും 3 എന്നും കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ, ഇവിടെ 9 അല്ലായിരുന്നടാ മക്കളെ, ഇവിടെ എ ആയിരുന്നു. ഓക്കെ, ഞാൻ 9 എന്ന് പറഞ്ഞെടുത്തു. അപ്പൊ ഒന്നുകൂടെ ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ 960 into ആദ്യത്തത് 5/4, പിന്നെ 4/5 into a by 100 എന്ന് പറയുന്നതാണ് 576 അല്ലേ? ഓക്കെ, 96. ഓക്കെ, ഇവിടെ 3 കൊണ്ട് വെട്ടാം. 3 കൊണ്ട് വെട്ടുമ്പോൾ 32 എന്ന് കിട്ടും. ഇവിടെ 3 കൊണ്ട് വെട്ടുമ്പോൾ 192. രണ്ട് 8ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 8 കൊണ്ട് വെട്ടാണെങ്കിൽ ഇവിടെ 4 വരും. ഇവിടെ വെട്ടാൻ നേരത്ത് 2 times 4 24 എന്ന് വരും. വെട്ടി 6 എന്ന് കിട്ടി. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് 60% കിട്ടും. അപ്പൊ എ എന്ന് പറയുന്ന റിമൈനിങ് ആണ്, 100 നിന്ന് കുറച്ചിട്ടുള്ള വാല്യൂ, ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള വാല്യൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് എക്സ് എന്ന് പറയുന്നത് എത്ര വരും? 40%. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 40%. ക്ലിയർ ആണ്? ഓപ്ഷൻ സി 40%. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഒരു ചോദ്യം. എ സം ബിക്കം 16 times. ഓക്കെ, അപ്പൊ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഇതേപോലെ ഒരു ചോദ്യം ചെയ്തായിരുന്നു. അപ്പൊ 16 times എന്ന് പറഞ്ഞാൽ അവിടെ പലിശ മാത്രം 15 times. അപ്പൊ 15 times എന്ന് പറയുമ്പോൾ 15 into 100. ഓക്കെ, എന്ന് പറയുന്നത് എന്താണ്? 30 years into R% ആണ്. 30 years into R%. അവിടെ നിന്ന് നമുക്ക് റേറ്റ് എത്ര കിട്ടും? റേറ്റ് 50% എന്ന് കിട്ടും. ഓക്കെ, നോക്കിക്കേ, 16 times ആവുന്ന എത്ര വർഷം കൊണ്ടാ? 30 years കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. R റേറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന്. സോ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? R കണ്ടുപിടിച്ചു. R equal to 50%. Then find the compound interest earned if. ഓക്കെ, അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് ₹64,000 is invested. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ 64 അല്ല, സോറി, 6,400 is invested at R%. ഓക്കെ, R ഓൾറെഡി കണ്ടുപിടിച്ചു. 50% ആണ്. 50% ഇടാണ് when interest is compounded half yearly. അപ്പൊ കോമ്പൗണ്ട് ഹാഫ് ഇയർലിയിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യണം. ഹാഫ് ഇയർലിയിൽ ചെയ്യുമ്പോൾ റേറ്റ് എന്താകും? പകുതിയാകും. അപ്പൊ 25% ആവും. ടൈം പീരീഡ് ഡബിൾ ആവും. ടൈം പീരീഡ് 2 years എന്ന് പറയുമ്പോൾ 4 years പോലെ. അപ്പം 25% അല്ലേ? 25% എന്ന് പറയുമ്പോൾ 1/4. അപ്പം പ്രിൻസിപ്പളിന്റെ റേഷ്യോ 4/4 അല്ലെ? ഇപ്പൊ 4/4 എന്ന് പറയുമ്പോൾ എത്ര വരും? 4/4 എന്ന് പറയുമ്പോൾ 16 into 16 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, കട്ട് ചെയ്ത് പോകാനുള്ളതല്ലേ. ഇനി എമൗണ്ട് എന്ന് പറയുന്നത് 25 into 25 വരും. ഓക്കെ, കാരണം എന്താണ്? 4/4ഉം 5/5 ആണ്. 5/5നെ 5² into 5² എന്ന് എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതാണ് പ്രിൻസിപ്പിള്. 6400. ഓക്കെ, അപ്പൊ 16ന്റെ ടേബിളിലുള്ള ആളാണ്. അപ്പൊ വെട്ടാൻ നേരത്ത് 400 എന്ന് കിട്ടും. ഒന്നുകൂടെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ അവിടെ നിന്ന് 25 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫൈൻഡ് ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പലിശ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇത് പ്രിൻസിപ്പിൾ, ഇത് എമൗണ്ട്. അപ്പൊ അവരുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എമൗണ്ട് 625 ആണ്. ഇനി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന 16ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 256 അല്ലേ? അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുക്കാൻ നേരത്തെ 9 11 വന്നു, 6 5 369 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് തുല്യമായിട്ടുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. 369ന് തുല്യമായിട്ടുള്ള വാല്യൂ. അപ്പൊ എന്ത് ചെയ്താൽ മതി? 369 ഇൻറ്റു മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ എന്ന് പറയുമ്പോൾ 25. ഓക്കെ, അപ്പൊ ഇത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, യൂണിറ്റ് പ്ലേസ്. ഇവിടുത്തെ യൂണിറ്റ് പ്ലേസ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 5 വരുള്ളൂ അല്ലെ? 9 into 5 45 വരുള്ളൂ. സോ ആൻസർ വരാൻ ചാൻസ് ഉള്ളത് ഇദ്ദേഹം, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ്. ഓക്കെ, അപ്പൊ നൺ ഓഫ് ദീസ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ. അപ്പൊ ചെയ്ത് നോക്കാൻ നേരത്തെ 25 into 9 എന്ന് പറയുന്നത് 225 ആണ്.
സോ 5 എഴുതി, 22 കോമൺ, 22 കോമൺ അല്ല, റിമൈൻഡർ 25 ഇൻറ്റു 6. 25 ഇൻറ്റു 6 എന്ന് പറയുന്നത് 150 ആണ്. 150 172 വരും. അപ്പൊ 2 എഴുതി, 17 റിമൈൻഡർ. ഓക്കെ, ഇനി 25 ഇൻറ്റു 3 75 ആണ്. ഓക്കെ, 75 പ്ലസ് 17 ചെയ്യാൻ നേരത്തെ 92 കിട്ടില്ലേ. അപ്പൊ നമ്മുടെ ആൻസർ 9225, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. 14ാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. 14ാമത്തെ ചോദ്യം. ഓക്കെ, ബോട്ടൺ സ്ട്രീമിലെ അടുത്തൊരു ചോദ്യം. ഓക്കെ, ഇൻ സ്റ്റിൽ വാട്ടർ സ്പീഡ് ഓഫ് ബോട്ട് പിയുടെ സ്പീഡ് ഈസ് 8 കിലോമീറ്റർ മോർ ദാൻ ദാറ്റ് ഓഫ് ബോട്ട് ക്യൂ എന്ന് പറയുമ്പോൾ സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് ബോട്ട് ക്യൂവിൻ്റെത് നമുക്ക് നോക്കിക്കേ, 2 ബോട്ട് ഉണ്ട് അല്ലേ. 2 ബോട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് 2 USD എടുക്കേണ്ടി വരും. പിയുടെ USD, ക്യൂവിൻ്റെ USD. ഓക്കെ, അപ്പൊ USD. അപ്പൊ ഇവിടെ നമുക്ക് ക്യൂ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ പിയുടെ USD എത്ര വരും? USDയിൽ നോക്കിക്കേ, സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്റർ പെർ അവർ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ക്യൂവിന്റെ ക്യൂ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? Q+8. ഓക്കെ, ഇനി നോക്കിക്കേ, ഇഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബോട്ട് പി ഇൻ അപ്സ്ട്രീം ഇൻ 4 hours. അപ്പം ബോട്ട് പി അപ്സ്ട്രീമിൽ 4 മണിക്കൂർ കൊണ്ടുപോയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബോട്ട് ക്യൂ. ആ ഡിസ്റ്റൻസ് എന്താണ്? ബോട്ട് ക്യൂ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. ഇൻ ഡൗൺ സ്ട്രീമിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആണ് ഇൻ 2 hours. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് അവിടെ മാറ്റി വെച്ചേക്കാം. ദെൻ ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബോട്ട് ക്യൂ ഇൻ ഡൗൺ സ്ട്രീം. അപ്പം ബോട്ട് ക്യൂ ഡൗൺ സ്ട്രീമിൽ സഞ്ചരിച്ച ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഗിവൺ ദാറ്റ് സ്പീഡ് ഓഫ് സ്ട്രീം. ഓക്കെ, സ്പീഡ് ഓഫ് സ്ട്രീം തന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്പീഡ് ഓഫ് സ്ട്രീം. അപ്പോൾ സ്പീഡ് ഓഫ് സ്ട്രീം നമ്മൾ എസിന്റെ 2ാമത്തെ ടേം ആയിട്ട് എഴുതി. സ്പീഡ് ഓഫ് സ്ട്രീം 10. അപ്പൊ 2 പേരും ഒഴുകുന്നത് ഒരേ റിവറിൽ കൂടെ ഉണ്ട്. 2 എന്തെഴുതാം? നമുക്ക് സ്ട്രീമിന്റെ സ്പീഡ് 10 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഈ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് Q+8 -10 വരും അല്ലേ. അപ്പൊ Q -2 എന്ന് വരും. Q+8 -10. അപ്പൊ 8 10 പോയി കഴിഞ്ഞാൽ -2 അല്ലേ. ഇവിടെ എന്ത് വരും? Q+18 എന്ന് വരും. ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും ഇവിടെ. ഓക്കെ, Q+18. ഇനി ഇവിടെ നോക്കുമ്പോൾ Q -10 വരും. ഇത് Q+10 വരും. ഓക്കെ, ഇനി ആ സെക്കൻഡ് സെന്റൻസ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഇഫ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബോട്ട് പി ഇൻ അപ്സ്ട്രീം. ഓക്കെ, ബോട്ട് പി അപ്സ്ട്രീമിൽ പോകുന്നതെന്ന് വെച്ചാൽ ഈ സ്പീഡിൽ. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ Q-2 × 4 അല്ലെ. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ. സ്പീഡ് ഇവിടെ ഉണ്ട്, USDയിൽ എഴുതുന്ന സ്പീഡ് ഇൻറ്റു ആ ഒരു ടൈം, ഡിസ്റ്റൻസ് കിട്ടി. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇൻ 4 hours ആണ് അല്ലേ. 4 hours. ഓക്കെ, ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബോട്ട് ക്യൂ ഇൻ ഡൗൺ സ്ട്രീം. അപ്പൊ ബോട്ട് ക്യൂ ഡൗൺ സ്ട്രീമിൽ പോകുന്നത് Q+10 സ്പീഡിലാണ്. Q+10 സ്പീഡിൽ എത്ര മണിക്കൂർ പോകും? 2 മണിക്കൂർ പോകും. അപ്പൊ ഇൻറ്റു 2. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇത് രണ്ടും കോമൺ ആയിട്ട് കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2Q -4 എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? Q+10 എന്ന് കിട്ടും. അവിടെ നിന്ന് ക്യൂവിന്റെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടും? 14 എന്ന് കിട്ടും. അപ്പൊ ക്യൂവിന്റെ വാല്യൂ 14 കിട്ടി. ഓക്കെ, ക്യൂവിന്റെ വാല്യൂ എന്ത് കിട്ടി? 14 കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബോട്ട് ക്യൂ ഇൻ ഡൗൺ സ്ട്രീം. ബോട്ട് ക്യൂ ഡൗൺ സ്ട്രീമിൽ പോയത്. ഓക്കെ, ഡൗൺ സ്ട്രീമിൽ പോകുന്നത് ഡൗൺ സ്ട്രീം സ്പീഡിലാണ്. അപ്പൊ ബോട്ട് ക്യൂവിന്റെ ഡൗൺ സ്ട്രീം സ്പീഡ് Q+10 അല്ലേ. 14 + 10 28 ആണ്. 28 × 6, കാരണം 6 മണിക്കൂറിലാണ് പോയത്. അപ്പൊ 28 × 6. ഓക്കെ, 25 × 6, 28 × 6. ഓക്കെ, സോറി 28 അല്ല, 24 × 6. 10 + 14 അല്ലേ, 24. 24 × 6. ഓക്കെ, 24 × 6 ചെയ്യാൻ നേരത്തെ 6 × 4 24 ആണ്. 2 റിമൈൻഡർ 12 + 2 14. ഓക്കെ, അപ്പൊ ആൻസർ 144 കിലോമീറ്റർ. 144 കിലോമീറ്റർ. ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ എ അല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. ഓപ്ഷൻ എ 144. അപ്പൊ അവിടെ നോക്കിക്കേ, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. 6 × 4 24 അല്ലേ, യൂണിറ്റ് പ്ലേസ് 4. ഓക്കെ, അങ്ങനെ നോക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ മോക്ക് സീരീസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പൈപ്പ് ആൻഡ് സിസ്റ്റേണിലെ ചോദ്യം. ഓക്കെ,
പൈപ്പ് ഡി ആൻഡ് പൈപ്പ് ഇ, രണ്ട് പൈപ്പ് ഉണ്ട്, പൈപ്പ് ഡി ആൻഡ് പൈപ്പ് ഡി ക്യാൻ ഫിൽ ആൻ എംപ്റ്റി ടാങ്ക് ഇൻ 15 and 30 minutes. ഓക്കെ, അപ്പൊ ആ ഒരു സെന്റൻസിൽ നിന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. പൈപ്പ് ഡിയിലെയും അതുപോലെ തന്നെ പൈപ്പ് ഇയുടെയും ടൈം തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് പൈപ്പും ഫില്ലിംഗ് പൈപ്പാണ് എന്നുള്ള കാര്യം. ഫില്ലിംഗ് പൈപ്പ് എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി പോസിറ്റീവ് ആയിട്ട് എടുക്കുക, എംപ്റ്റിങ് ടാപ്പ് അല്ലെങ്കിൽ എംപ്റ്റിങ് പൈപ്പ് എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പൊ പൈപ്പ് ഡി അതുപോലെ തന്നെ പൈപ്പ് ഇ രണ്ടുപേരുടെയും ടൈം എന്താണ്? 15 മിനിറ്റ്സും 30 മിനിറ്റ്സും. ഇനി പറയുന്നത് പൈപ്പ് എഫ് ക്യാൻ എംപ്റ്റി എ ടാങ്ക് ഇൻ 20 മിനിറ്റ്സ്. അപ്പൊ പൈപ്പ് എഫ് എന്ന് പറയുന്നത് എംപ്റ്റിങ് ടാപ്പ് ആണ്, അതുകൊണ്ട് എഫിഷ്യൻസി നെഗറ്റീവ് ആയിരിക്കും, അത് ഓർത്ത് വെച്ചേക്കുക. എംപ്റ്റിങ് ടാപ്പ് ആണ്. ഓക്കെ, അതിന്റെ ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് കൊണ്ട് സെയിം ടാങ്കിനെ എംപ്റ്റി ആക്കാൻ പറ്റും. ഫുൾ ആയിരിക്കുന്ന ടാങ്കിനെ എംപ്റ്റി ആക്കാൻ പറ്റും. അപ്പൊ ഫുള്ളിന്ന് എംപ്റ്റി ആക്കാനുള്ള ടൈം. ഓക്കെ, അപ്പൊ നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുന്ന ഈ ടൈമുകളുടെ എല്ലാം LCM. ഓക്കെ, LCM എന്ന് പറയുമ്പോൾ ഇവിടെ LCM എത്ര വരും? 60 വരും. കാരണം 30 അല്ലേ വലിയ നമ്പർ. 13 15 LCM 30 ആണ്. ഇനി 13 20 എടുക്കുമ്പോൾ LCM എത്ര ആണ്? 60 ആണ്. അങ്ങനെയാണെങ്കിൽ LCM 60. അപ്പൊ ടോട്ടൽ വർക്ക് 60. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഞാൻ ഇവിടെ എഫിഷ്യൻസി എഴുതാൻ പോവാണ്. 60/15 4 എന്ന് കിട്ടും, 60/30 2 എന്ന് കിട്ടും, 60/23 എന്ന് കിട്ടും. ഓക്കെ, ഇത് നെഗറ്റീവ് ആണ്, ഓർത്ത് വെച്ചേക്കെ. ഓക്കെ, ഇനി പറയുന്നത് എന്താണ്? ഇനിഷ്യലി ഡി ആൻഡ് ഇ ഓപ്പൺഡ് ടുഗദർ. ഡിയും ഇയും കൂടെ ആദ്യമേ ഓപ്പൺ ചെയ്തു. അപ്പൊ D + E 6 എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്തു, 4 മിനിറ്റ് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ 6 × 4 6 അല്ലല്ലോ, 6 × 4 24 ഫില്ല് ചെയ്തു. ഇനി 4 മിനിറ്റ് ആഫ്റ്റർ 4 മിനിറ്റ്സ് പൈപ്പ് എഫ് ഈസ് ആൾസോ ഓപ്പൺഡ്. അപ്പം 4 മിനിറ്റിന് ശേഷം പൈപ്പ് എഫ് കൂടെ ഓപ്പൺ ചെയ്തു. പക്ഷെ എഫ് എന്ത് ചെയ്യാണ്? എംപ്റ്റി ചെയ്യാണ്. അപ്പൊ കുറയും. അപ്പൊ എഫിഷ്യൻസി എന്ത് പറയും? 6 കുറഞ്ഞ് 3 ആവും. അപ്പൊ പിന്നീട് 3 എഫിഷ്യൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. എത്രയോ ടൈം വർക്ക് ചെയ്തു. അപ്പോഴാണ് എന്ത്? നമ്മുടെ ടാങ്ക് ഫുൾ ആവുന്നത്. മീൻസ് ടാങ്കിന്റെ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 60 എന്ന് എഴുതാം. ഇത് 24 അല്ലേ? അപ്പൊ 60 24 പോയി കഴിഞ്ഞാൽ ബാക്കി 36 ഉണ്ട്. ഇനി നോക്കിക്കേ, കുറയ്ക്കുകയാണ് ചെയ്തത്, വെട്ടിയെങ്കിലും കുറയ്ക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി 3ഉം 36ഉം കട്ട് ചെയ്യാൻ നേരത്തെ 12 എന്ന് കിട്ടിയില്ലേ? അതായത് ഇനി 12 മിനിറ്റ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ടാങ്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് ഫൈൻഡ് ദി ടോട്ടൽ ടൈം ടേക്കൺ ടു ഫിൽ ദി ടാങ്ക് ദിസ് വേ എന്നാണ്. ടോട്ടൽ ടൈം ആണ്, റിമൈനിങ് ടൈം അല്ല, ടോട്ടൽ ടൈം. ഓക്കെ, അവിടെയാണ് പ്രത്യേകത. അപ്പൊ നിങ്ങൾ ഈ 12 എന്ന് കാണും, കയറി അങ്ങ് കുത്തും. ആൻസർ ഓപ്ഷൻ നോക്കിയപ്പോൾ 12 ഉണ്ട്. പക്ഷെ അതാണോ ഉത്തരം? അല്ല, ഇത് തെറ്റ്. കാരണം എന്താ? ടോട്ടൽ ടൈം എന്നാ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടോട്ടൽ ടൈം എന്നാ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആൻസർ എന്ത് വരും? ആ ഒരു 12 പ്ലസ് നേരത്തെ ഒരു 4 മിനിറ്റ്സ് എടുത്തില്ലേ, ആ 12 + 4 എത്ര കിട്ടും ആൻസർ? ഓപ്ഷൻ ബി 16 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണ്? അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം, SBIPO പ്രിലിംസിൽ വരാം. അപ്പൊ ടൈമിന്റെ ഒരു ബാരിയറിക്ക് നമ്മൾ പെട്ടെന്ന് ചെയ്തു പോകുമ്പോൾ തെറ്റാൻ ചാൻസ് ഉള്ള ചോദ്യം. ഓക്കെ, അപ്പം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ. ഓക്കെ, അപ്പം നോക്കിക്കേ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓഫ്ലൈനോ ഓൺലൈനോ ആയിട്ടൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പേഴ്സ് കാണാം. അപ്പൊ എന്ത് ചെയ്യുക? ദിശയുടെ അക്കാഡമിയിലോട്ട് ജോയിൻ ചെയ്യുക, എക്സാംസ് ക്രാക്ക് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.